ലഹരി, എവിടെ നോക്കിയാലും ലഹരിയെക്കുറിച്ചുള്ള വാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ അനേകം പേർ ഈ ദിവസങ്ങൾ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്കു വേണ്ടി അവർ സ്വാഭാവികമായ ലോകത്തിൽ നിന്ന് മറ്റൊരു മായാലോകത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭൂതികൾക്കു വേണ്ടി സ്വയം നശിപ്പിച്ച് സമൂഹത്തെ നശിപ്പിക്കുന്ന വേണ്ടാത്ത ലഹരികളിലേക്ക് കടന്നു പോകുമ്പോൾ സമൂഹം വല്ലാതെ വിറങ്ങലിച്ച് വേദനിച്ച് അന്താളിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള ഒരു ലഹരികൾക്കും നമ്മെ പൂർണ്ണമായും സംതൃപ്തരാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒരുപാട് തിന്മകൾ വാരി വിതറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ശമര്യക്കാരത്തിയായ സ്ത്രീയോട്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്ന ഒരു ഉറവയായി തീരുകയും ചെയ്യും എന്ന് യേശു പറയുകയാണ്. പാരമ്പര്യമായിട്ടുള്ള കിണറുകളിൽ നിന്ന് കുടിച്ച് അതിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ശമര്യക്കാരത്തിയായ സ്ത്രീയോട് പറയുകയാണ്, ഈ കിണറ്റിലെ വെള്ളം, ഈ ലോകത്തിലെ തൃപ്തി വരുത്തുവാനായി കുടിക്കുന്ന വെള്ളം, അത് ഒരു നാളും നിങ്ങൾക്ക് ദാഹം ശമിപ്പിക്കുകയില്ല. കുടിക്കും തോറും ദാഹം വർദ്ധിപ്പിക്കും, പിന്നെയും പിന്നെയും കുടിക്കാനുള്ള പ്രവണത കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ യേശു കർത്താവ് പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. പ്രിയമുള്ളവരെ, ഭൗതികമായ സംതൃപ്തികൾക്കു വേണ്ടി ഈ ലോകത്തിലെ പല കിണറുകളും തേടി നടക്കുന്നവർക്ക് ഒരിക്കലും തൃപ്തി വരുന്നില്ല, കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതം ഇരുളടഞ്ഞ അനുഭവങ്ങളിലേക്ക്, അസംതൃപ്തകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യേശു കർത്താവ് പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം ജീവന്റെ ജലമാണ്. അത് നിത്യ മരണത്തിലേക്ക്, നരകത്തിലേക്കുള്ളതല്ല, നിത്യ ജീവനിലേക്കുള്ള ഉറവയായി തീരുന്ന വെള്ളമാണ്. നമുക്ക് വറ്റിപ്പോകുന്ന താൽക്കാലികമായ കിണറുകൾ ഉപേക്ഷിച്ച് നിലനിൽക്കുന്ന ശാശ്വതമായ സംതൃപ്തി പകർന്നു തരുന്ന ജീവജലം പാനം ചെയ്തുകൊണ്ട് നിത്യജീവനിലേക്ക്, മോക്ഷത്തിലേക്ക് പ്രവേശിപ്പാൻ യേശു കർത്താവ് നൽകുന്ന ഉറവ നമുക്ക് സ്വീകരിക്കുവാൻ ഇടയായി തീരട്ടെ. വറ്റിപ്പോകുന്ന താൽക്കാലിക കിണറുകളല്ല, നിലനിൽക്കുന്ന ശാശ്വതമായ നിത്യ ജീവനിലേക്ക് നയിക്കുന്ന ഉറവ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. ഗോഡ് ബ്ലെസ് യു.